ദൈവത്തിൻ്റെ റൂഹായേ എന്നെ ശുദ്ധീകരിക്കണമേ. ദൈവത്തിൻ്റെ റൂഹായേ എന്നെ ശുദ്ധീകരിക്കണമേ. യേശുവിൻ്റെ ആത്മാവേ എന്നെ വിശുദ്ധീകരിക്കണമേ. യേശുവിൻ്റെ ആത്മാവേ എന്നെ വിശുദ്ധീകരിക്കണമേ. തിരുരക്തത്താൽ കഴുകണമേ. യേശുവിൻ്റെ രക്തത്താൽ കഴുകണമേ. തിരുരക്തത്താൽ കഴുകണമേ. യേശുവിൻ്റെ രക്തത്താൽ കഴുകണമേ. സ്ലീഹന്മാരുടെ നടുവിലിരിക്കുമ്പോൾ അവരോട് ചോദിച്ചു, ഞാൻ ആരാണെന്നാണ് ജനങ്ങൾ പറയണത്? ഉടനെ അവർ പറഞ്ഞു, നീ ഏലിയായാണെന്നും പ്രവാചകനാണെന്നൊക്കെ പറയുന്നു. ഉടനെ ഈശോ ചോദിച്ചു, ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയണത്? ഉടനെ സഭയുടെ തലവനായ ആദ്യത്തെ മാർപ്പാപ്പയായ വിശുദ്ധ പത്രോസ്ലീഹ എഴുന്നേറ്റ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായ. ഉടനെ പത്രോസിനെ നോക്കിയിട്ട് ഈശോ പറയുക, പത്രോസേ, നിനക്കിത് വെളിപ്പെടുത്തി തന്നത് മാംസരക്തങ്ങളല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവാണ്. അടുത്ത വചനം കേൾക്കണേ. പത്രോസേ, നീ പാറയാകുന്നു, ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും. അടുത്തത്, നരക കവാടങ്ങൾ സഭയ്ക്കെതിരെ പ്രബലപ്പെടത്തില്ല. സ്വരമെടുത്ത് പറയും ഹല്ലേലൂയ. ഞാനിത് പറയുമ്പോൾ ദൈവമക്കളെ, യേശുക്രിസ്തുവിൻ്റെ കാൽവരി കുരിശിൽ അവൻ മൂന്നാണിമേൽ തൂക്കപ്പെട്ട് അവൻ്റെ ചങ്കിലെ അവസാന തുള്ളി ചോര വരെ ഒഴുക്കുമ്പോൾ അവൻ്റെ ചോരത്തുള്ളികളാൽ പണിയപ്പെട്ട് പെന്തക്കോസ്തായിൽ 12 സ്ലീഹന്മാരും പരിശുദ്ധ അമ്മ മാതാവിൻ്റെയും 120 പേരുടെ കൂട്ടായ്മയിൽ പുഷ്ടിപ്പെട്ട് 2000 വർഷമായിട്ട് ലോകത്തിൽ അത്ഭുതകരമായിട്ട് ലോകത്തിലെ പല ശക്തികൾ നോക്കിയിട്ടും തകർക്കാത്തതിന് പിന്നിൽ കർത്താവിൻ്റെ തിരുവചനമുണ്ട്. നരക കവാടങ്ങൾ തിരുസഭയ്ക്കെതിരെ പ്രബലപ്പെടത്തില്ല. സ്വരമെടുത്ത് പറയും ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സ്വരമെടുത്ത് പറയും ഹല്ലേലൂയാ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ വചനഭാഗം നിങ്ങൾ കേൾക്കണം. അതായത് എഫേസുസ് ലേഖനം 1-ാം അധ്യായം 23-ാം തിരുവചനം. എഫേസുസ് ലേഖനം 1-ാം അധ്യായം 23-ാം തിരുവചനത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധ വചനം പൗലോസ്ലീഹായിലൂടെ വെളിപ്പെടുത്തുന്നു, സഭ ക്രിസ്തുവിൻ്റെ ശരീരമാണ്. ഞാനത് പറയുമ്പോൾ ഈ കാലഘട്ടത്തിൽ ഒളിഞ്ഞും തെളിഞ്ഞും പരസ്യമായും രഹസ്യമായും തിരുസഭയ്ക്കെതിരെ, വൈദികർക്കെതിരെ, പിതാക്കന്മാർക്കെതിരെ, സമർപ്പിതർക്കെതിരെ, തിരുസഭയുടെ ശുശ്രൂഷകൾക്കെതിരെ, കൂദാശകൾക്കെതിരെ സാത്താൻ ആഞ്ഞടിക്കുമ്പോൾ ദൈവമക്കളെ, നമ്മൾ കൈകെട്ടി നിൽക്കാനുള്ളവരല്ല. സഭയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 12-ാം അധ്യായം 1 മുതൽ തിരുവചനങ്ങളിൽ ആദ്യത്തെ മാർപ്പാപ്പയായ പത്രോസ്ലീഹായെ തടവറയിൽ കൊണ്ടിടുമ്പോൾ ദൈവജനം തീഷ്ണമായി സഭയ്ക്ക് വേണ്ടി, സഭ ഒന്നായിട്ട് സഭയുടെ തലവിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ തടവറയിലേക്ക് ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി വന്ന് പത്രോസിനെ വിടുവിക്കുന്ന അത്ഭുതകരമായ രംഗം അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ 12-ാം അധ്യായത്തിലുണ്ട്. ഞാനത് പറയുമ്പോൾ ഈ കാലഘട്ടത്തിൽ സഭയെ അനേകം മക്കൾ വേദനിപ്പിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ ശരീരത്തെയാണ് വേദനിപ്പിക്കുന്നത്. ശ്രദ്ധിക്കണേ, ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളെ ശ്രദ്ധിക്കണേ. ഒരു വ്യക്തി പരിശുദ്ധ കത്തോലിക്ക സഭ വിട്ടുപോകുമ്പോൾ ധാരാളം നഷ്ടമുണ്ടാകുന്നു. 5 നഷ്ടമാണ് ഒരു വ്യക്തി പരിശുദ്ധ കത്തോലിക്ക സഭ വിട്ടുപോകുമ്പോൾ സംഭവിക്കുന്നത്. 1-ാമത്തെ നഷ്ടം ശ്രദ്ധിച്ചേക്കണേ. 1-ാമത്തെ നഷ്ടം ജീവന്റെ അപ്പമായ പരിശുദ്ധ കുർബാന നഷ്ടപ്പെടും. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ 14 പ്രാവശ്യം ഈശോ മിശിഹ ആവർത്തിച്ച് പറഞ്ഞ വചനമാണ്, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുന്നവൻ നിത്യമായും ജീവിക്കും. പ്രിയപ്പെട്ട ദൈവമക്കളെ, യേശുക്രിസ്തു ഈ കാലഘട്ടത്തിൽ പച്ചക്കിറങ്ങി വരുന്നത് പരിശുദ്ധ കുർബാനയിലാ. ലോകത്തില് അനേക സ്ഥലങ്ങളിൽ നൂറ്റാണ്ടുകളായി പരിശുദ്ധ കുർബാന മാംസമായിട്ടിരിപ്പുണ്ട്. കത്തോലിക്ക സഭയ്ക്ക് ഈശോ തന്ന, സഭയുടെ മക്കൾക്ക് ഈശോ തന്ന ഏറ്റവും വലിയ സമ്മാനമാ പരിശുദ്ധ കുർബാന. മത്തായി സുവിശേഷം 28-ാം അധ്യായം 20-ാം തിരുവചനത്തിൽ പറയുന്നില്ലേ, യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. പ്രിയപ്പെട്ടവരെ, യുഗാന്ത്യം വരെ ഈശോ മിശിഹായുടെ 2-ാം വരവ് വരെ ഈശോ മിശിഹ വെളിപ്പെട്ട് നിൽക്കുന്നത് പരിശുദ്ധ കുർബാന എന്ന കൂദാശയിലാ. ഹല്ലേലൂയ പറഞ്ഞേ.
സ്വരപ്പെടുത്തി പറയും ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തില് 63 മുതൽ വചനങ്ങള്. ആ വചനം ഇതാണ്: ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം ആത്മാവും ജീവനുമാ. എന്നിട്ട് ഈശോ പറയുകയാണ്, എൻ്റെ പിതാവ് ആകർഷിക്കപ്പെടാതെ ഒരുവൻ പോലും എൻ്റെ അരികിലേക്ക് കടന്നു വരത്തില്ല. എന്നിട്ട് ഈശോ പറയുകയാണ്, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ നിത്യമായും ജീവിക്കും. അതായത് പരിശുദ്ധ കുർബാന ദൈവിക രഹസ്യമാ, പരിശുദ്ധ അമ്മ ദൈവിക രഹസ്യമാ, പരിശുദ്ധ കത്തോലിക്ക സഭ ദൈവിക രഹസ്യമാ, പൗരോഹിത്യം ദൈവിക രഹസ്യമാ, ശുദ്ധീകരണ സ്ഥലം ദൈവിക രഹസ്യമാ, തനത് വിധി ദൈവിക രഹസ്യമാ, അന്ത്യവിധി ദൈവിക രഹസ്യമാ, വിശുദ്ധരുടെ കൂട്ടായ്മ ദൈവിക രഹസ്യമാ. ദൈവിക രഹസ്യം മനുഷ്യന്റെ ബുദ്ധിക്ക് കിട്ടത്തില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ജ്ഞാനത്തിന്റെ പുസ്തകം 9-ാം അധ്യായം 17-ാം തിരുവചനം, ഉന്നതത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിനെയും ജ്ഞാനത്തെയും അയച്ചു തന്നില്ലെങ്കിൽ ദൈവിക രഹസ്യം ദൈവമക്കൾക്ക് വെളിപ്പെടത്തില്ല. സ്വരമെടുത്ത് പറഞ്ഞ ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞ ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈശോ നേരിട്ടിറങ്ങി വരുന്ന പരിശുദ്ധ കുർബാന നമുക്ക് നഷ്ടപ്പെടും. നമുക്കറിയാം, ലോകത്തിൽ അനേകം സമുദായങ്ങളുണ്ട്, അനേകം പ്രത്യയശാസ്ത്രങ്ങളുണ്ട്, അനേകം ഗ്രൂപ്പുകളുണ്ട്, സെക്ട് ഗ്രൂപ്പുകളുണ്ട്. പക്ഷെ അവിടുന്നൊന്നും ശ്രദ്ധിക്കണേ, അവരാരും പൂജിച്ച വസ്തുക്കൾ സാത്താൻ സേവക്കാർ കൊണ്ടുപോകണില്ല. പിശാച് സേവക്കാർ കൊണ്ടുപോകണത് കത്തോലിക്ക തിരുസഭയിലെ വൈദികരർപ്പിച്ചിട്ട് സൂക്ഷിച്ചു വച്ചിരിക്കുന്ന പരിശുദ്ധ കുർബാനയാ. ഹല്ലേലൂയ പറഞ്ഞേ. ലോകത്തിൽ അനേക സ്ഥലത്ത് പരിശുദ്ധ കുർബാന മാംസമായിട്ടിരിപ്പുണ്ട്. AD 700 കാലഘട്ടത്തില് ഇറ്റലിയിലെ ലാഞ്ചിയാനോ എന്ന് പറയുന്ന സ്ഥലത്ത് ബലിയർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ വൈദികൻ കുദാശവചനം ഉച്ചരിച്ചതിന് ശേഷം, അതായത് വൈദികൻ ഞെട്ടിപ്പോകുക, വൈദികൻ അർപ്പിച്ച കുദാശവചനം ചൊല്ലി, ദാ ഈ തിരുവോസ്തി യേശുക്രിസ്തുവിന്റെ തിരുവോസ്തി മാംസകഷണമായിട്ട് ദേ ബലിപീഠത്തിൽ കിടന്ന് പിടയ്ക്കുക. പ്രിയപ്പെട്ടവർ ശ്രദ്ധിക്കണേ, കഴിഞ്ഞ 1220 വർഷമായി ഇറ്റലി ലാഞ്ചിയാന കത്തീഡ്രൽ ദേവാലയത്തിൽ ആ പരിശുദ്ധ കുർബാന പച്ച മാംസമായി AB പോസിറ്റീവ് ബ്ലഡ് ആയിട്ട് 500 മെഡിക്കൽ ലാബിൽ കൊണ്ടുപോയി പരിശോധിച്ചിട്ട് ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞത് 33 വയസ്സുള്ള യുവാവിന്റെ ഹൃദയത്തിന്റെ പേശിയാ. 974 ഐക്യരാഷ്ട്രസഭ ഔദ്യോഗികമായി അംഗീകരിച്ച ദിവ്യകാരുണ്യ അത്ഭുതമാണ് ലാഞ്ചിയാനോയിലെ. 980 ലോകത്തിലെ ഏറ്റവും വലിയ ശാസ്ത്ര ഗ്രൂപ്പായ നാസയിലെ സയന്റിസ്റ്റുകള് ഈ പരിശുദ്ധ കുർബാനയുടെ മാംസകഷണവും 2000 വർഷം മുമ്പ് ഈശോ മിശിഹായെ കുരിശിൽ തറച്ചപ്പോൾ, അവനെ താഴെ ഇറക്കിയപ്പോൾ ഈശോയെ പൊതിഞ്ഞ തിരുക്കച്ചയിൽ ഈശോയുടെ മുഖവും ഈശോയുടെ കയ്യിലുള്ള ബ്ലഡും ഒക്കെ പതിച്ചിട്ടുണ്ട്. ഈ രക്തവും 1000-ലധികം വർഷമായി ലാഞ്ചിയാനോയിൽ ഇരിക്കുന്ന പരിശുദ്ധ കുർബാനയുടെ മാംസകഷണവും ലോകത്തിലെ ഏറ്റവും വലിയ ശാസ്ത്ര ഗ്രൂപ്പായ നാസയിലെ സയന്റിസ്റ്റുകള് മെഡിക്കൽ ലാബിൽ കൊണ്ട് പരിശോധിച്ചപ്പോൾ അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. രണ്ടും ഒരേ ആളുടെ ബ്ലഡ്, AB പോസിറ്റീവ് ബ്ലഡ്. കരമടിച്ചു കർത്താവിന് നന്ദി പറയട്ടെ. സ്വരമെടുത്ത് പറഞ്ഞ ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞ ഹല്ലേലൂയ. ലോകത്തിൽ അനേക സ്ഥലത്ത്, ഞാൻ ഇന്നലെ കണ്ണൂർ ഭാഗത്ത് ശുശ്രൂഷ ചെയ്തത്, കണ്ണൂരിലെ വിളക്കുന്നൂർ എന്ന സ്ഥലത്ത് 5 വർഷം മുമ്പ് വൈദികൻ ബലിയർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ തിരുവോസ്തിയില് ഈശോ മിശിഹായുടെ മുഖം തെളിഞ്ഞു വന്നു. സാധാരണ നമുക്കറിയാം, തിരുവോസ്തി 2 മാസത്തിലൊക്കെ വിരിക്കത്തില്ല. കഴിഞ്ഞ 5 വർഷക്കാലമായി, അതായത് ബിഷപ്പ് ഹോസിലുണ്ടായിരുന്ന 5 വർഷക്കാലമായി ആ തിരുവോസ്തിക്ക് ഒരു കേടുമില്ല. ഇപ്പൊ പരസ്യമായിട്ട് കണ്ണൂർ തലശ്ശേരി രൂപതയിലെ വിളക്കുന്നൂർ എന്ന സ്ഥലത്ത് ആ പരിശുദ്ധ കുർബാന പ്രതിഷ്ഠിച്ചിരിക്കുക. ദിഗണം പ്രിയപ്പെട്ടവരെ, ലോകത്തിൽ 23 സ്ഥലങ്ങളിൽ പരിശുദ്ധ കുർബാന മാംസമായിട്ടിരിപ്പുണ്ട്. ശ്രദ്ധിക്കണേ, പരിശുദ്ധ കുർബാന മാത്രം സ്വീകരിച്ച് ജീവിച്ച അനേകം വിശുദ്ധര് പരിശുദ്ധ കത്തോലിക്ക സഭയിലുണ്ട്. 53 വർഷം പരിശുദ്ധ കുർബാന മാത്രം സ്വീകരിച്ച് ജീവിച്ച വ്യക്തിയാണ് മാർത്ത റോബിൻ. 37 വർഷം പരിശുദ്ധ കുർബാന മാത്രം സ്വീകരിച്ച് ഇന്നും ശരീരം അഴുകാത്ത
വാഴ്ത്തപ്പെട്ട മകളാണ് വാഴ്ത്തപ്പെട്ട തെരേസ നൂമാൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, അൽമായ വിശുദ്ധനായ വിശുദ്ധ നിക്കോളാസ് 19 വർഷം പരിശുദ്ധ കുർബാന മാത്രം സ്വീകരിച്ചതാണ്. ആ സഭയിലെ അനേകം വിശുദ്ധര് പരിശുദ്ധ കുർബാന മാത്രം സ്വീകരിച്ചതാ. പരിശുദ്ധ കത്തോലിക്ക സഭയ്ക്ക്, സഭയിലെ മക്കൾക്ക് ഈശോ മിശിഹ നൽകിയ ഏറ്റവും വലിയ സമ്മാനമാണ് അവന്റെ തിരുശരീരം, പരിശുദ്ധ കുർബാന. ഹല്ലേലൂയ പറഞ്ഞേ. അവർക്ക് പറയാം ഹല്ലേലൂയ. സ്വരമെടുത്ത് പറയാം ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞ ഹല്ലേലൂയ. സ്വരമെടുത്ത് പറയാം ഹല്ലേലൂയ. ദൈവമക്കളെ, തിരിച്ചറിവുണ്ടാകണം, തിരിച്ചറിവുണ്ടാകണം. പരിശുദ്ധ കുർബാന നഷ്ടപ്പെടുത്തി കളയരുത്, നഷ്ടപ്പെടുത്തി കളയരുത്. രണ്ടാമത്തെ നഷ്ടം ശ്രദ്ധിച്ചോണം. ഒരു ദൈവ പൈതൽ പരിശുദ്ധ കത്തോലിക്ക സഭ വിട്ടുപോകുമ്പോൾ രണ്ടാമത്തെ നഷ്ടമാണ് കുംഭസാരം എന്ന കൂദാശ. ശ്രദ്ധിക്കണേ. നമുക്കറിയാം, കൂദാശകളുടെ കൂദാശയാണ് പരിശുദ്ധ കുർബാനയെങ്കിലും പിശാചിന് ഏറ്റവും ഇഷ്ടമില്ലാത്ത കൂദാശ കുംഭസാരമാണ്. ശ്രദ്ധിക്കണേ. പിശാചിന് ഏറ്റവും ഇഷ്ടമില്ലാത്ത കൂദാശ കുംഭസാരമാണ്. പൗലോസ് അപ്പോസ്തലന് 1 കൊരിന്തോസ് 11 അധ്യായം 23 മുതലുള്ള തിരുവചനങ്ങളിൽ സ്ത്രീകായ്ക്ക് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുക്കുക. എന്നെ കർത്താവ് ഭരമേൽപ്പിച്ചതും പഠിപ്പിച്ചതുമായ കാര്യങ്ങൾ ഒറ്റുകൊടുക്കപ്പെട്ട രാത്രിയിൽ അവൻ അപ്പമെടുത്ത് അത് പരിശുദ്ധ കുർബാനയെ കുറിച്ച് പറയാം. എന്നിട്ട് 26 മുതലുള്ള തിരുവചനം ശ്രദ്ധിക്കണേ. ആ വചനം ഇതാണ്: ആരെങ്കിലും അയോഗ്യതയോടെ കർത്താവിൻ്റെ ശരീരം ഭക്ഷിച്ചാൽ അവൻ കർത്താവിൻ്റെ രക്തത്തിനെതിരും മാംസത്തിനെതിരായി പാപം ചെയ്യും. എന്നിട്ട് അടുത്ത വചനം: നിങ്ങളിൽ പലരും ദുർബലരും പാപികളും അയോഗ്യരും ചിലരും മരിച്ചു പോയതിന് പോലും കാരണം അയോഗ്യതയോടെ വിശുദ്ധി കൂടാതെ വിശുദ്ധ കുർബാന സ്വീകരിച്ചതാണ്. പ്രൈസ് ദി ലോർഡ്. അവർക്ക് പറയാം ഹല്ലേലൂയ. കത്തോലിക്കരെല്ലാ ദൈവമക്കളും കുർബാനയ്ക്ക് പോകുന്നവരാ. അത് സാത്താൻ ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷെ പിശാച്, ശ്രദ്ധിക്കണേ, പരിശുദ്ധ കുർബാനയെക്കാളും സാത്താൻ വെറുക്കുന്ന കൂദാശ കുംഭസാരമെന്ന കൂദാശയാ. അതുകൊണ്ടാണ് ഈ കാലഘട്ടത്തില് ഏതെങ്കിലും ചെറിയ പ്രശ്നത്തിന്റെ പേരില് പൗരോഹിത്യത്തിനെതിരായിട്ട്, കുംഭസാരത്തിനെതിരായി ഒളിഞ്ഞും തെളിഞ്ഞും സാത്താൻ ആഞ്ഞടിക്കണത്. ദൈവമക്കളെ, യേശുക്രിസ്തുവിന്റെ കാൽവരി കുരിശിലൂടെ ബലിയിലൂടെ നേടിയെടുത്ത പാപമോചനം, അത് സഭയിലൂടെ പൗരോഹിത്യത്തിലൂടെ കർത്താവിന്റെ രണ്ടാം വരവ് വരെ ലോകത്തിൽ പാപമോചനം, പാപക്ഷമ ലഭിക്കാൻ പൗരോഹിത്യമെന്ന കൂദാശ കർത്താവ് സ്ഥാപിച്ചു. സ്വരമെടുത്ത് പറയാം ഹല്ലേലൂയ. ദൈവം തമ്പുരാൻ 2 പ്രാവശ്യമേ മനുഷ്യനെ നോക്കി നിശ്വസിച്ചിട്ടുള്ളൂ. ഒന്നാമത് ഊതുന്നത് ഉൽപ്പത്തിയുടെ പുസ്തകം 2-ാം അധ്യായം 7-ാം തിരുവചനത്തിൽ ദൈവം മനുഷ്യനെ കൈകൊണ്ട് മെനഞ്ഞെടുത്തിട്ട് അവന്റെ നാസാന്തരത്തിലേക്ക് ഊതുമ്പോൾ അവൻ ജീവനുള്ളവനായി മാറി. ഒന്നാമത് ഊതുന്ന അപ്പോഴാണ്. രണ്ടാമത് ഊതുന്നത് യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 19 മുതലുള്ള തിരുവചനങ്ങൾ. യേശു കർത്താവ് താൻ ഉത്ഥാനം ചെയ്തതിനു ശേഷം 11 സുലിഹന്മാർ, യൂദാസ് മരിച്ചു, 11 അപ്പസ്തോലന്മാരുടെ നടുവിലേക്ക് വന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കണം. എന്നിട്ട് ഇത് പറഞ്ഞവൻ അവരുടെ മേൽ ഊതിക്കൊണ്ട് പറഞ്ഞു, നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ അവ മോചിക്കപ്പെട്ടിരിക്കും. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 23-ാം തിരുവചനം. സ്വരമെടുത്ത് പറയാം ഹല്ലേലൂയ. ഉറക്കെ പറയാം ഹല്ലേലൂയ. യേശുക്രിസ്തു, ശ്രദ്ധിക്കണേ, യേശുക്രിസ്തു സ്ഥാപിച്ചതാണ് കുംഭസാരമെന്ന കൂദാശ. കോടിക്കണക്കിന് പാപികളെ നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് കയറ്റിവിട്ട സാത്താൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന കൂദാശയാണ് കുംഭസാരം. സ്വരമെടുത്ത് പറയാം ഹല്ലേലൂയ. 905 മുതൽ 937 വരെ പോളണ്ടിലെ ക്രാക്കോവ് എന്ന് പറയുന്ന സ്ഥലത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന മരിയ ഫൗസ്റ്റീന എന്ന് പറയുന്ന കർത്താവിന്റെ പ്രിയപ്പെട്ട മകള് കർത്താവിന്റെ പ്രിയപ്പെട്ട ദാസിയുടെ അടുത്ത്
ഈശോ മിശിഹ നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് ദൈവ കരുണയുടെ രഹസ്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അതിനകത്ത് പൗസ്തീനയുടെ ഡയറിക്കകത്ത് ഈശോ പറയുകയാണ്, മോളെ നീ ജനത്തോട് പറയണം, കുമ്പസാരക്കൂട്ടിലേക്ക് ജനത്തെ പറഞ്ഞു വിടണം. എന്നിട്ട് പറഞ്ഞിരിക്കുകയാണ്, കുമ്പസാരക്കൂട്ടിൽ ഞാൻ വൈദികനിൽ മറഞ്ഞിരിക്കുന്നു. സ്വരമെടുത്ത് പറഞ്ഞു ഹല്ലേലൂയ. ദൈവമക്കളെ, നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടരുത്. കുമ്പസാരം ഒരു വൈദികന്റെ യോഗ്യതയാലല്ല. കുമ്പസാരത്തിൽ പാപം മോചിക്കുന്നത് ഒരു വൈദികന്റെ വിശുദ്ധിയോ പുണ്യം കൊണ്ടല്ല, പൗരോഹിത്യത്തിന് കർത്താവ് കൊടുത്ത കൃപയാ. ഞാൻ ചോദിക്കട്ടെ, പരിശുദ്ധ കത്തോലിക്ക സഭയിൽ കുമ്പസാരിക്കാതിരുന്ന ഏത് വിശുദ്ധനാ ഉള്ളത്? അൽഫോൻസാമ കുമ്പസാരിച്ചില്ലേ? ചാവറ പിതാവ് കുമ്പസാരിച്ചില്ലേ? യൗപ്രാസിമ കുമ്പസാരിച്ചില്ലേ? ജോൺ മരിയ വിയാനി കുമ്പസാരിച്ചില്ലേ? കുമ്പസാരിപ്പിച്ചില്ലേ? ദൈവമക്കളെ, പിശാച് ഒരുക്കുന്ന കെണിയാണ് ഈ കാലഘട്ടത്തിൽ. പിശാച് പൗരോഹിത്യത്തെ തകർത്താൽ സഭയെ തകർക്കാൻ പറ്റും. യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവ് വരെ ദൈവമക്കൾക്ക് കാൽവരി കുരിശിലെ ബലിയായ പരിശുദ്ധ കുർബാനയും പാപമോചനമായ കുമ്പസാരവും യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവ് വരെ ഈ ലോകത്തിൽ നൽകപ്പെടുവാൻ പ്രഭാഷകന്റെ പുസ്തകം 45-ാം അധ്യായത്തിൽ മാനവകുലത്തിൽ നിന്ന് സ്മരണാംശമായി കുന്തിരിക്കമർപ്പിക്കാനും ബലിയർപ്പിക്കാനും ധൂപമർപ്പിക്കാനും മാനവകുലത്തിൽ നിന്ന് ബലഹീനരും അയോഗ്യരുമായ വ്യക്തികളെ തെരഞ്ഞെടുത്ത് ദൈവം പൗരോഹിത്യം കൊടുത്തത് രണ്ടാം വരവ് വരെ സഭയില് പാപമോചനവും രക്ഷയും വിശുദ്ധ കുർബാനയും കൊടുക്കുവാനാണ് പൗരോഹിത്യം സ്ഥാപിച്ചത്. സ്വരമെടുത്ത് പറയാം ഹല്ലേലൂയ. അതുകൊണ്ട് ശ്രദ്ധിക്കണേ, പിശാച് ഏറ്റവും കൂടുതൽ ആക്രമിക്കുന്നത് പൗരോഹിത്യത്തിനെതിരാണ്. പൗരോഹിത്യം ഇല്ലാതായാൽ, ശ്രദ്ധിക്കണേ, പൗരോഹിത്യം ഇല്ലാതായാൽ എങ്ങനെയാണ് ഈശോ വരുന്നത്? ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ കുഞ്ഞിനെ ഇടവക ദേവാലയത്തിൽ കൊണ്ടുപോയി ആ കുഞ്ഞിനെ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ സ്നാനം കൊടുക്കുമ്പോൾ ആ കുഞ്ഞിലേക്ക് ആത്മാവ് ഇറങ്ങി വരുന്നു. ഒരു കുഞ്ഞിന് പരിശുദ്ധാത്മാവിനെ കൊടുക്കുവാൻ പൗരോഹിത്യം വേണം. ആ കുഞ്ഞിനെ കുമ്പസാരിപ്പിക്കാൻ, ആ കുഞ്ഞ് വളർന്നു കഴിയുമ്പോൾ കുമ്പസാരിപ്പിക്കാൻ, പാപം മോചിപ്പിക്കപ്പെടുവാൻ പുരോഹിതര് വേണം. ആ കുഞ്ഞിന് ആദ്യ കുർബാന കൊടുക്കാൻ, ജീവന്റെ അപ്പം കൊടുക്കാൻ പുരോഹിതര് വേണം. ആ കുഞ്ഞിന് സ്ഥൈര്യലേപനം, മായാത്ത മുദ്രയായ പരിശുദ്ധ റൂഹായെ പതിപ്പിച്ചു കൊടുക്കുന്ന സ്ഥൈര്യലേപനം കൊടുക്കാൻ പുരോഹിതര് വേണം. ആ കുഞ്ഞു വളർന്നു കഴിയുമ്പോൾ അവന് വിവാഹം നടത്തി കൊടുക്കുവാൻ പുരോഹിതര് വേണം. അവന് വീട്ടിൽ രോഗം ഉണ്ടാകുമ്പോൾ രോഗക്കിടക്കയിൽ, മരണാസന്ന കിടക്കയില് ഈ കുഞ്ഞിന് അന്ത്യകൂദാശ കൊടുക്കാൻ പുരോഹിതര് വേണം. എന്ന് വെച്ചാൽ ദൈവം തന്നൊരാത്മാവിനെ സ്വീകരിച്ച് ദൈവത്തിന്റെ അടുത്തേക്ക് പറഞ്ഞു വിടുവാൻ ദൈവം നിയോഗിച്ചതാണ് പൗരോഹിത്യം. അതുകൊണ്ട് ആ ദൈവമക്കളെ, ഈ കാലഘട്ടത്തില് ഏതെങ്കിലും ഒരു വൈദികൻ വഴിതെറ്റിപ്പോയതിന്റെ പേരിൽ, ഏതെങ്കിലും ഒരു സിസ്റ്റർ വഴിതെറ്റിപ്പോയതിന്റെ പേരിൽ കേരളത്തിൽ 10,641 വൈദികരുണ്ട്. ലോകത്തില് 4,4,4,4,500,000 പുരോഹിതരുണ്ട്. 7 ലക്ഷം സിസ്റ്റേഴ്സ് ഉണ്ട്. 5,146 ബിഷപ്പുമാരുണ്ട്. പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും ഒരു വ്യക്തിക്ക് കുറവ് വന്നതിന്റെ പേരിൽ പൗരോഹിത്യത്തിനെതിരായി, സമർപ്പിത ജീവിതത്തിനെതിരായി, സഭയ്ക്കെതിരായി ആഞ്ഞടിക്കുമ്പോൾ സാത്താന്റെ ലക്ഷ്യം പൗരോഹിത്യത്തെ ഇല്ലാതാക്കി സഭയെ തകർക്കാനാ. ഹല്ലേലൂയ പറഞ്ഞേ. അതിന് നമ്മൾ ഇരുന്നു കൊടുക്കരുത്. ഹല്ലേലൂയ പറഞ്ഞേ. ഒരു പുരോഹിതൻ, ഒരു സമർപ്പിത വരുന്ന എവിടുന്നതാ? 15-ാമത്തെ വയസ്സിൽ വീടിനെയും അപ്പനെയും അമ്മയെ ഉപേക്ഷിച്ച്, പിന്നെ 11 വർഷം 12 വർഷം സെമിനാരിയിൽ പഠിച്ച് നമ്മളെപ്പോലെ പച്ച മനുഷ്യരാ, സമഭാവമുള്ള പച്ച മനുഷ്യരാ, വീടിനെയും കുടുംബത്തെ ഉപേക്ഷിച്ച് നാടിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചവരാ. അതിൽ കുറവുള്ളവരുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയില്ല. മർക്കോസ് സുവിശേഷം 3-ാം അധ്യായം 12-13 ശ്രദ്ധിച്ചു കേട്ടണേ. ഈശോ മിശിഹ അവൻ മലമുകളിലേക്ക് കയറി രാത്രി മുഴുവൻ പ്രാർത്ഥിച്ച്, രാത്രി മുഴുവൻ പിതാവിനോട് ആലോചന ചോദിച്ചിട്ട് ഈശോ മിശിഹ തെരഞ്ഞെടുത്ത 12 പേരിൽ ഒരാള് കെട്ടിത്തൂങ്ങി ചത്തു.
ഈശോ മിശിഹ തെരഞ്ഞെടുത്തതിൽ ഒരു വ്യക്തി പിഴച്ചുപോയി. ദൈവമക്കളെ, പിഴച്ചുപോയതിനെ പറ്റിയല്ല നമ്മൾ പറയേണ്ടത്. ഈ സഭയ്ക്ക് വേണ്ടി രക്തസാക്ഷികളായ ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് രക്തസാക്ഷി വൈദികരുണ്ട്. ഈ സഭയ്ക്ക് വേണ്ടി ജീവിച്ച് ഇന്നും അഴുകാത്ത അനേകം വിശുദ്ധരുടെ ശരീരങ്ങളുണ്ട്. ഹല്ലേലൂയ പറഞ്ഞേ, ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ ഒറ്റപ്പെട്ട സംഭവത്തിന്റെ പേരിൽ സഭയ്ക്കെതിരെ സംസാരിക്കുന്നത് സാത്താന്റെ അജണ്ടയാണ്. പല ആത്മാരും തിരിച്ചറിയണം. ഏതെങ്കിലും ഒരു സംഭവത്തിന്റെ പേരിൽ, കുമ്പസാരക്കൂട്ടിൽ നിന്ന്, കൂദാശയിൽ നിന്ന് സാത്താൻ തന്ത്രപൂരം നമ്മളെ മാറ്റുന്നുണ്ട്. സ്വരമെടുത്ത് പറഞ്ഞ ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞ ഹല്ലേലൂയ. സ്വരമെടുത്ത് പറഞ്ഞ ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവമക്കളെ, രണ്ടാമത്തെ നഷ്ടം എന്ന് പറയുന്നത് കുമ്പസാരക്കൂട്ടിൽ നിന്ന് ദൈവമക്കളെ മാറ്റും. നിങ്ങൾ നോക്കിയേ, വിശുദ്ധരൊക്കെ നോക്കിക്കേ, മാർപ്പാപ്പന്മാർ കുമ്പസാരിക്കത്തില്ലായിരുന്നോ? വൈദികര്, മെത്രാന്മാര് എല്ലാവരും കുമ്പസാരിച്ചിരുന്നു. എല്ലാ വിശുദ്ധരും കുമ്പസാരിച്ചിരുന്നു. അൽഫോൻസാമ കുമ്പസാരിച്ചിരുന്നു. എല്ലാ വിശുദ്ധാത്മാക്കളും കുമ്പസാരിച്ചിരുന്നു. നോക്കണം, അവര് കുമ്പസാരക്കൂട്ടിന് അഭയം. അതുകൊണ്ടാണ് ഫൗസ്റ്റീനോട് പറയണത്, ഞാൻ കുമ്പസാരക്കൂട്ടിൽ പുരോഗതിയിൽ മറഞ്ഞിരിക്കും. എന്നിട്ട് ഫൗസ്റ്റീനോട് പറയുക, കുമ്പസാരക്കൂട്ടിൽ കുമ്പസാരം പാപം പറഞ്ഞ് ആശീർവദിക്കണ സമയത്ത് ഈശോയുടെ, യോഹന്നാൻ 19:34, ഈശോയുടെ ചങ്കിൽ നിന്നൊഴുകുന്ന തിരുരക്തവും തിരുജലവും കൊണ്ട് ആ വ്യക്തിയുടെ പാപം ഞാൻ മോചിക്കുന്നു. ഹല്ലേലൂയ പറഞ്ഞേ. ഞാൻ 2001 എൻ്റെ കർത്താവിനെ അറിഞ്ഞത്. അനുശേഷൻ എന്നെ കുറിച്ച് പറഞ്ഞു. 2001 വരെ ദൈവവിശ്വാസം നഷ്ടപ്പെട്ട ഒരാളായിരുന്നു. 2001 ജീവിതം തകർന്ന് ഞാൻ ഇന്ന് ഈ ലെവലിലെത്തിയതിന് പിന്നിൽ ഒരു വലിയ വ്യക്തിയുണ്ട്. കോട്ടയം നവജീവനും ബഹുമാനപ്പെട്ട PU തോമസ് ചേട്ടനും. 2001 ജീവിതം തകർന്ന്, മാനസികമായി തകർന്ന് ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിക്കുമ്പോഴാണ് ബഹുമാനപ്പെട്ട തോമസ് ചേട്ടൻ്റെ കരങ്ങളിൽ ഞാൻ ചെല്ലപ്പെടുന്നത്. തോമസ് ചേട്ടനിലൂടെ ഈശോയുടെ സ്നേഹം അനുഭവിച്ചു. ഇവൻ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനം കൂടി. 6 വർഷത്തോളം കോട്ടയത്ത് നവജീവനിലെ മക്കളെ ശുശ്രൂഷിക്കുന്ന കാലഘട്ടത്തിൽ സഭയെ സ്നേഹിക്കാൻ അവിടെ വെച്ച് പഠിച്ചു. ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ നിരവധിയായ പാപങ്ങൾ 2007 മുതലാണ് ഞാൻ തിരുവചനം പ്രഘോഷിക്കുന്നത്. 6 വർഷത്തോളം മാനസിക രോഗികളെ ബഹുമാനപ്പെട്ട തോമസ് ചേട്ടൻ്റെ കൂടത്തിൽ നവജീവനിൽ ശുശ്രൂഷ ചെയ്തു. ഞാൻ ഓർക്കുന്നുണ്ട്, 2001 വരെ മാരകപാപത്തിന് അടിമപ്പെട്ട എന്നെ ഇന്നും വീണു പോകുമ്പോൾ പോലും കുമ്പസാരക്കൂടുള്ളത് കൊണ്ടാണ് ഞാനും നിങ്ങളും നിൽക്കുന്നത്. പ്രിയപ്പെട്ടവരെ, പൗരോഹിത്യത്തെ നമ്മൾ തള്ളിപ്പറയരുത്. പൗരോഹിത്യത്തെ നമ്മൾ സ്നേഹിക്കണം. ഒരു പുരോഹിതന് ഒരു ബലഹീനത ഉണ്ടാകുമ്പോൾ നമ്മുടെ മക്കളെ പോലെ മുട്ടുകുത്തി കൈവിരിച്ചു പിടിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. എസ്രാ പ്രവാചകൻ ദേശത്ത് നടക്കുന്ന തിന്മ കാണുമ്പോൾ, എസ്രാ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായം 1-2 വചനങ്ങളിൽ നിലത്തു വീണ് കരഞ്ഞ് പ്രാർത്ഥിച്ചതുപോലെ ദേശത്ത് നടക്കുന്ന തിന്മ കാണുമ്പോൾ കരഞ്ഞു പ്രാർത്ഥിക്കണം. പുരോഹിതർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. സമർപ്പിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പിതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ധ്യാന കേന്ദ്രങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ശുശ്രൂഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. നാനാജാതി മതസ്ഥർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കേരളത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കാൻ കടപ്പെട്ടവരാ ക്രൈസ്തവര്. വിമർശിക്കാൻ ധാരാളം പേരുണ്ട്, കുറ്റം പറയാൻ ധാരാളം പേരുണ്ട്, വിധിക്കാൻ ധാരാളം പേരുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള മക്കളെയാണ് കർത്താവ് ഉറ്റുനോക്കുന്നത്. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 4-ാം തിരുലിഖിതത്തില് ദൈവത്തിന്റെ പരിശുദ്ധ വചനം പഠിപ്പിക്കുക. പ്രവാചകനോട് കർത്താവ് പറയുക, പ്രവാചക, നീ ദേശത്തുകൂടെ നടന്നു പോകണം. ആ ദേശത്ത് നടക്കുന്ന തിന്മ കാണുമ്പോൾ, മ്ലേച്ഛത കാണുമ്പോൾ, വ്യഭിചാരം കാണുമ്പോൾ, അശുദ്ധി കാണുമ്പോൾ, മാരകപാപം കാണുമ്പോൾ, പ്രമാണലംഘനം കാണുമ്പോൾ, ഇത് കണ്ടുകൊണ്ട് വിമർശിക്കുന്നവരല്ല, കുറ്റം പറയുന്നവരല്ല, തൻ്റെ ഭവനത്തിൽ ദേവാലയത്തിൽ പോയിരുന്ന് മുട്ടുകുത്തി കരയുന്ന മക്കളുണ്ടോ? ആ കരയുന്ന മക്കളുടെ നെറ്റിത്തടങ്ങളിൽ അടയാളമിടണം. ഞാനിത് കാര്യം പറയട്ടെ, ഈ കഴിഞ്ഞ 2-3 ദിവസക്കാലമായി കത്തോലിക്ക സഭയെ സകല ചാനലുകളും കീറി മുറിച്ച് അപമാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ എത്ര മക്കള് ഈ സഭയ്ക്ക് വേണ്ടി കൈ ഉയർത്തി, ഈ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, പുരോഹിതർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, സമർപ്പിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങനെയുള്ളവരുടെ നെറ്റിത്തടങ്ങളിൽ ഈ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അടയാളമിടും. സ്വരമെടുത്ത് പറ ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. നെഹെമ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 3-4 തിരുവചനം. നെഹെമ്യാ എന്ന പ്രവാചകൻ ദേശത്ത് ജെറുസലേമിന്റെ മതിലുകൾ തകർന്നു കഴിഞ്ഞപ്പോൾ
ജെറമിയ എന്ന് പറഞ്ഞ പ്രവാചകൻ നിലത്ത് കുത്തിയിരുന്ന് കരയുന്നുണ്ട്. ദൈവമക്കളെ, നമ്മുടെ സഭയ്ക്കെതിരെ, വൈദികർക്കെതിരെ, പിതാക്കന്മാർക്കെതിരെ, സമർപ്പിതർക്കെതിരെ സാത്താൻ ആഞ്ഞടിക്കുമ്പോൾ കരയണം, പൊതിഞ്ഞു പിടിച്ചു പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുന്ന മക്കളെ, ഈ കാലഘട്ടത്തിന് സഭയ്ക്ക് ആവശ്യം. പരിശുദ്ധ അമ്മ മാതാവ് 2001 സെപ്റ്റംബർ മാസം 21 തീയതി മഡ്ജുഗോറിയിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ അമ്മ പറഞ്ഞിട്ടുണ്ട്, മക്കളെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. 917 പരിശുദ്ധ അമ്മ ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ അമ്മ പറഞ്ഞു, സഭ പീഡിപ്പിക്കപ്പെടും. 950 ആംസ്റ്റർഡാമില് ഇഡ എന്ന് പറയുന്ന ഒരു സഹോദരിക്ക് പരിശുദ്ധ അമ്മ പറയുമ്പോൾ പ്രത്യക്ഷപ്പെടാൻ പറയും, സഭയെ സാത്താൻ ആഞ്ഞടിക്കും. അപ്പോൾ അമ്മ പറഞ്ഞു വരുന്ന കാര്യമുണ്ട്, മക്കളെ തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കൂദാശകള് സംരക്ഷിക്കപ്പെടാൻ, സാത്താനെതിരെ പോരാടാൻ ദൈവമക്കള് ജപമാല എന്ന ആയുധം കയ്യിലെടുക്കണം. സ്വരമെടുത്ത് പറയും ഹല്ലേലൂയ. ആർക്ക് പറയും ഹല്ലേലൂയ? അഭിഷേകത്തോടെ പറയും ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അതുകൊണ്ട് രണ്ടാമത്തെ നഷ്ടം കുമ്പസാരം. മൂന്നാമത്തെ നഷ്ടം നിങ്ങൾ ശ്രദ്ധിക്കണേ, പരിശുദ്ധ അമ്മ മാതാവ്. ഈ സഭയിലാണ് പരിശുദ്ധ അമ്മയുള്ളത്, ഈ സഭയിലാണ് യോസേപ്പ് പിതാവുള്ളത്, ഈ സഭയിലാണ് 400-ലധികം വിശുദ്ധരുടെ അഴുകാത്ത ശരീരങ്ങളുള്ളത്. ഈ സഭയിലാണ് രക്തസാക്ഷികളും വേദപാരംഗതരും വാഴ്ത്തപ്പെട്ടവരും പൂർവ്വപിതാക്കന്മാരും സഭാപിതാക്കന്മാരും മരുഭൂമിയിലെ പിതാക്കന്മാരും ദൈവദാസന്മാരും ധന്യകളും ഉള്ള സഭ. ദൈവമക്കളെ, ഒരു വ്യക്തി പരിശുദ്ധ കത്തോലിക്ക സഭ വിട്ടുപോകുമ്പോൾ പരിശുദ്ധി അമ്മയുടെയും വിശുദ്ധരുടെയും കൂട്ടായ്മ നഷ്ടപ്പെട്ടു പോകും.